സെൻറ്റ് പീറ്റേഴ്സ് മാർത്തോമാ ഇടവകയിലെ മാതാപിതാക്കളെ, സഹോദര സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ വരവൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചാണ്ട് വലിയ സംഭവമാണെന്ന് അത്രയൊന്നുമില്ല. ചുമ്മാ അതൊരു ഓളത്തിന് രണ്ടാർപ്പമൊക്കെ വിളിച്ചെന്നുള്ളതേ ഉള്ളൂ. എന്തു തന്നെയായിരുന്നാലും ഇതൊരു നാടൻ കലാരൂപമാണ്. കേരളത്തനിമയുള്ള കോലടിയാണ്. കോലടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. രണ്ട് കമ്പുകൾ ഉപയോഗിച്ച് പരസ്പരം താളത്തിൽ അടിക്കുന്നതായിട്ടുള്ള കോലടിയാണ്. ഇത് കേരളത്തിൻ്റെ ഒരു തനത് കലാരൂപമാണ്. ഞങ്ങൾ ആദ്യമായിട്ട് സെൻറ്റ് പീറ്റേഴ്സ് മാർത്തോമാ ഇടവകയിൽ കേരളത്തിൻ്റെ തനത് കലാരൂപം ആവിഷ്കരിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ വളരെ ദീർഘ ദിവസത്തെ കഠിനാധ്വാനത്തിന് ശേഷം സ്റ്റെപ്പുകളൊക്കെ പരിചയപ്പെട്ട് വളരെ ഭംഗിയായി അവർ കോലടിക്ക് തയ്യാറായി നിൽക്കുകയാണ്. നിങ്ങൾ ഞങ്ങളെ ആശീർവദിക്കണം. എന്തെങ്കിലും ഇതിനകത്ത് പോരായ്മകൾ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് കളിച്ചതിൻ്റെ തെറ്റാണെന്നല്ല. ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഈ കോലടി അങ്ങനെയാണ്. ഞങ്ങൾ സത്യമായിട്ട് ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. നിങ്ങൾ വിചാരിക്കും തെറ്റ് പറ്റിയിട്ട് ഒരാൾ പുറകോട്ട് പോകാണ്, ഒരാൾ അല്ല. അതങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്പ്. നിങ്ങൾ ആ പാട്ട് കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ്. ഈ വർഷം ഞങ്ങൾ ആദ്യമായിട്ട് തട്ടേ കയറുകയാണ്. അതുകൊണ്ട് കുറവുകളൊക്കെ ഉണ്ട്. അടുത്ത വർഷം ഞങ്ങൾ പ്രൊഫഷണലായിട്ട് തട്ടേ കയറുന്നതായിരിക്കും. അന്ന് നിങ്ങളെയൊക്കെ അമ്പരപ്പിച്ചുകൊണ്ട് ഈ ടീം തന്നെ രണ്ടാമത്തെ വർഷം തമ്പുരാൻ ആയുസ് തന്നാൽ ഇവിടെ അടുത്ത കലാരൂപം അവതരിപ്പിക്കുന്നതായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ആർപ്പോ कपड़ा बदलना होगा. തിരുവോണം വന്നല്ലോ കുഞ്ഞാഞ്ഞേ. തിരുവോണം തിരുവോണം മന്ദിര തമ്പന്റെ തിരുവോണം